അതിനു മുമ്പ് 8th and 9th ഞാൻ ട്രിവാൻഡ്രത്ത് ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ എന്ന് ഈ ശംഖുമുഖത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആർട്സിന്ന് സ്പോർട്സിലേക്ക്, സ്പോർട്സിന്ന് ആർട്സിലേക്ക്. അതെ, ഞാൻ സ്പോർട്സിൽ നിന്നാണ് ആർട്സിലേക്ക് വന്നിട്ടുള്ളത്. കാരണം 10th വരെ ആർട്സ് ഭയങ്കര കുറവായിരുന്നു. ജസ്റ്റ് സ്കൂളിലൊക്കെ എന്തെങ്കിലും അന്നത്തെ ആ ഒരു എക്സസൈസ് എനിക്ക് തോന്നി ഈ സ്റ്റണ്ടിന് ഉപകാരപ്പെട്ടു. തീർച്ചയായിട്ടും അന്നത്തെ എന്തൊക്കെയായിരുന്നു ഇവന്റ്? എന്തായിരുന്നു? എനിക്ക് മെയിനായിട്ട് ലോങ് ജമ്പ് ആയിരുന്നു. പിന്നീട് ഞാൻ ബാസ്കറ്റ് ബോളിലേക്ക് ചേഞ്ച് ആയിരുന്നു. ഹൈറ്റ് ഉള്ളത് കൊണ്ട് ബാസ്കറ്റ് ബോൾ ടീമിലേക്ക് എടുത്തിട്ടായിരുന്നു. അപ്പോൾ 10th വരെ എനിക്ക് തോന്നുന്നു സ്പോർട്സ് ആയിരുന്നു മെയിൻ ആയിട്ട്. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ മാർക്കൊക്കെ കിട്ടത്തില്ല, അപ്പൊ പിന്നെ അധികം ചോദിക്കേണ്ടൊന്നും വരത്തില്ല. കാര്യം മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വലിയ ഒരു കുറുക്കു വഴിയാണ് സ്പോർട്സ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ ജി.വി. രാജയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ലോങ് ജമ്പ് ചേഞ്ച് ചെയ്തിട്ട് ബാസ്കറ്റ് ബോളിലേക്കായി. പക്ഷെ അന്ന് 8th and 9th മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അത്ലറ്റ് എന്ന് പറയുമ്പോൾ ഈവൻ ലോങ് ജമ്പ് അതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. മറ്റെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ടീം നേരെ കളിച്ചില്ലെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചാടിയാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കിട്ടും. അപ്പം ആ ഒരു ടീം വർക്ക് ഒക്കെ എങ്ങനെ, നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നോ എല്ലാവരും? തീർച്ചയായിട്ടും. കാരണം ബാസ്കറ്റ് ബോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സ്പോർട്സ് സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എൻ്റെ നാട്ടിലായിരുന്നപ്പോഴായിരുന്നു ഇൻഡിവിജ്വലായിട്ട് ലോങ് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എല്ലാവരും സ്പോർട്സിൽ ഇവർ ഒരു ഇയറിലേക്ക് 30 കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, കേരളത്തിൽ നിന്ന് ഫുള്ള്. സോ അപ്പം നല്ല ടാലൻ്റുള്ള കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഒത്തിരി നാൾ ഞാൻ ഇവിടെ നിന്നിട്ടില്ലാത്തത് കൊണ്ട് 2 വർഷം മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചുള്ളൂ. കാരണം ആ സമയത്ത് വീട്ടുകാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. കാരണം നാട്ടിൻ പ്രദേശമാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ സിറ്റി വളരുന്നതിനേക്കാട്ടിലും ഭയങ്കര ഇതായിരിക്കും നാട്ടിൻ പ്രദേശം, അയൽപ്പക്കങ്ങൾ, കൂട്ടുകാർ. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവർ പുറത്ത് വിടില്ല, അങ്ങനെ ഭയങ്കര അടച്ചിട്ട ചിട്ടയാണ്. വീട്ടിൽ നിന്ന് വന്നാൽ മാത്രമേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം അതെനിക്ക് പറ്റുന്ന ജീവിതമല്ലായിരുന്നു.